നമസ്കാരം, എല്ലാവർക്കും ചലഞ്ചർ ആപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട കുറച്ച് ബേസിക് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുത്തു പോകുന്നത്. ഭൂമിശാസ്ത്രത്തിൽ വരുന്ന അടിസ്ഥാന കുറച്ച് ഘടകങ്ങൾ നമുക്കറിയാം. ഡിഗ്രി ലെവൽ പരീക്ഷകൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ എന്താണ് എല്ലാ പരീക്ഷയ്ക്കും 5 മാർക്കിന് എന്ത് ചോദിക്കുന്നുണ്ട്, ജോഗ്രഫിയിൽ ചോദ്യങ്ങൾ വരുന്നുണ്ട് അല്ലെ. അപ്പം ബേസ് മുതൽ നമ്മൾ എന്ത് ചെയ്യാണ്, വീഡിയോ ഇട്ട് പോവുകയാണ്. ജോഗ്രഫിയിൽ എന്താണ് ഏറ്റവും അടിസ്ഥാനമായ കുറച്ച് കാര്യങ്ങളായിരിക്കും ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്ത് പോകുന്നത്. അതുപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞങ്ങൾ എന്ത് ചെയ്യുക, കമന്റിലൂടെ അറിയിക്കുക. നമ്മുടെ ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മൾ എന്താണ് ഈ പറഞ്ഞ ചലഞ്ചർ ആപ്പിന്റെ ടീച്ചിങ്ങിന് വേണ്ടി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. LP UPക്കും KCETനും അതുപോലെ തന്നെ എക്സാമിനേഷൻ ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ എന്ത് ചെയ്യുക, ആ ചാനൽ കൂടെ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യാം, ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കാം. അപ്പൊ എന്ത് ചെയ്യുക, ഇതുപോലെ SCRT ചാപ്റ്റർ വൈസ് നമ്മൾ വരുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഞങ്ങൾ അറിയിക്കുക, നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് ഞങ്ങൾ അറിയിക്കുക. അപ്പൊ ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാണ്, ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാണ്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ആദ്യം ജോഗ്രഫിയിലെ കുറച്ച് ബേസിക് കാര്യങ്ങളാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ബേസിക് ആയിരിക്കും ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നോക്കാം, ജോഗ്രഫി എന്ന പദം രൂപം കൊണ്ടിരിക്കുന്ന ഇതിനാണ് ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ്. ഇതാണ് ഗ്രീക്ക് ഭാഷയിൽ നിന്നാണ് ജോഗ്രഫി എന്ന് പറയുന്ന എന്ത് ചെയ്യുന്നിരിക്കുന്നത്, നമ്മുടെ ഭാഷ ഉണ്ടായിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ജോഗ്രഫി എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ഇറാസ്തോസിനീസ് ആണ്. ആരാണ്? ഇറാസ്തോസിനീസ് ആണ് ആദ്യമായി ജോഗ്രഫി എന്ന് പറയുന്ന പദം ഉപയോഗിച്ചത്. ജിയോ അദ്ദേഹം ഉപയോഗിച്ചതാണ്. ജിയോ എന്നാൽ ഭൂമി എന്നും, ജിയോ എന്ന് വെച്ചാൽ എന്താണ്, എർത്ത് അല്ലെങ്കിൽ ഭൂമി എന്നും, ഗ്രാഫിയ മീൻസ് ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ വിവരണം. അപ്പൊ എന്ത് പറയാം, ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ എർത്ത് അല്ലെങ്കിൽ ഭൂമിയെ പറ്റിയുള്ള വിവരണമാണ് എന്ത്, ജിയോഗ്രഫി അല്ലെങ്കിൽ ജോഗ്രഫി എന്ന് പറയാം അല്ലെ. ജിയോ എന്നാൽ ഭൂമി എന്നും ഗ്രാഫി എന്നാൽ വിവരണം എന്നുമാണ് അർത്ഥം വരുന്നത്. ഭൂമിശാസ്ത്രം, ഭൂമിയും അതിന്റെ പ്രത്യേകതകളും മനുഷ്യൻ ഉൾപ്പെടെ. അപ്പൊ ഭൂമിയും ഉണ്ട്, ആര് വരുന്നത്, ഭൂമിശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഭൂമിയുണ്ട്, അതിന്റെ പ്രത്യേകതകൾ വരുന്നുണ്ട്, മനുഷ്യൻ ഉൾപ്പെടെയുള്ള അതിലെന്താണ് ജീവജാലങ്ങളുടെയും ക്രമീകരണത്തെ കുറിച്ചുള്ള പഠനമാണ് എന്ത്, ഭൂമിശാസ്ത്രം എന്നാണ് പറയുന്നത്. അതുപോലെ 2 ആൾക്കാർ നമുക്ക് പഠിക്കാനുണ്ട്. ഒന്ന് റിച്ചാർഡ് ഹാർട്ട്ഷോൺ. ആരാണ്? എന്താണ് റിച്ചാർഡ് ഹാർട്ട്ഷോൺ പറഞ്ഞത് എന്താണ്? അതുപോലെ എന്താണ് ഈ പറയുന്ന ആരാണ്, ഹെറ്റ്നർ എന്ത് പറഞ്ഞു, അതുപോലെ റിച്ചാർഡ് ആരാണ്, റിച്ചാർഡ് ഹാർട്ട്ഷോൺ എന്ത് പറഞ്ഞു, നമുക്ക് എന്ത് ചെയ്യണം, നോക്കണം. അപ്പൊ നമുക്ക് നോക്കാം. നമ്മുടെ ഭൗമോപരിതലത്തിലെ വൈവിധ്യങ്ങളെ കുറിച്ച്, ഡൈവേഴ്സിറ്റികളെ കുറിച്ചുള്ള വിവരണവും വിശദീകരണവും ഡിസ്ക്രിപ്ഷനും വിശദീകരണവുമാണ് എന്തെന്ന് പറയുന്നത്, ഭൂമിശാസ്ത്രം എന്ന് പറഞ്ഞതാണ് ആര്, റിച്ചാർഡ് ഹാർട്ട്ഷോൺ അല്ലെ. നമ്മുടെ ഭൗമോപരിതലത്തിൽ എന്താണ്, വൈവിധ്യങ്ങളെ കുറിച്ചുള്ള വിവരണവും വിശദീകരണവുമാണ് എന്ത്, ഭൂമിശാസ്ത്രം എന്ന് പറഞ്ഞത് ആരാണ്, റിച്ചാർഡ് ഹാർട്ട്ഷോൺ ആണ്. അങ്ങനെയാണെങ്കിൽ ഹെറ്റ്നർ എന്ത് പറഞ്ഞു, ഭൗമോപരിതലത്തിലെ വിവിധ ഭാഗങ്ങൾ അനുഭവപ്പെടുന്ന പ്രതിഭാസങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. നമ്മുടെ എർത്തിൽ എന്തുണ്ട്, ഒരുപാട് പ്രതിഭാസങ്ങൾ ഉണ്ടല്ലേ. അപ്പൊ തമ്മിൽ എന്തൊക്കെ വ്യത്യാസം ഉണ്ടെന്നാണ് ആര് പറഞ്ഞത്, ഹെറ്റ്നർ പറഞ്ഞത്. അതാണ് ഭൂമിശാസ്ത്രം എന്നാണ് ആര് പറഞ്ഞത്, ഹെറ്റ്നർ പറഞ്ഞത്. ഓക്കെ, ഇനി ഭൂമിശാസ്ത്ര പഠനം ജോഗ്രഫിയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് 2 രീതിയിൽ ജോഗ്രഫിയെ സമീപിക്കാം. ഒന്ന് വ്യവസ്ഥാപിത സമീപനവും, ഒന്ന് മേഖലാ സമീപനവും. ഒന്ന് വ്യവസ്ഥാപിത സമീപനം അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് അപ്രോച്ചും, 2 മേഖലാ സമീപനവും. ഓക്കെ, അപ്പം ഇത് കൊണ്ടുവന്ന ആരാണ്, ഈ പറയുന്ന അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് ആണ്. ചില സമയത്ത് ആരെന്നാണ് ഈ പറയുന്ന അലക്സാണ്ടർ വോൺ ഹംബോൾട്ടിനെ മോഡേൺ ജോഗ്രഫിയുടെ പിതാവ് എന്നൊക്കെ പറയാറുണ്ട്. ഈ പറയുന്ന വ്യവസ്ഥാപിത സമീപനം കൊണ്ടുവന്ന ആരാണ്, അലക്സാണ്ടർ വോൺ ഹംബോൾട്ടും. മേഖലാ സമീപനം ആരാണ് കൊണ്ടുവന്നത്, കാൾ റിട്ടർ ആണ്. ഇത് കൊണ്ടുവന്നത് മേഖലാ സമീപനം കൊണ്ടുവന്നത്. ഓക്കെ അല്ലേ? അത് നോക്കാം. ശരി, ഇനി വ്യവസ്ഥാപിത സമീപനം എന്താണെന്ന് നോക്കാം. ഓരോ പ്രതിഭാസത്തെയും ഏത് തലത്തിലാണ്, ആഗോളതലത്തിൽ ഗ്ലോബലി പഠിക്കുകയും തുടർന്ന് അതിന്റെ വ്യത്യസ്ത തരത്തിലുള്ള ക്രമീകരണങ്ങളെ കുറിച്ച് മനസ്സിലാക്കുകയും ചെയ്യുന്നത് ഏതിലാണ്, ഈ പറഞ്ഞ വ്യവസ്ഥാപിത സമീപനത്തിലാണ്. ഓരോ പ്രതിഭാസത്തെയും നമ്മൾ ഗ്ലോബലി പഠിക്കുകയും അതിന്റെ അതിലുള്ള വ്യത്യാസമായ ക്രമീകരണങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നതാണ് ഏത്, വ്യവസ്ഥാപിത സമീപനം. ഇനി എന്താണ് മേഖലാ സമീപനം? അതായത് ലോകത്തെ പല പല മേഖലകളായി തിരിക്കും. മറ്റേത് ഗ്ലോബലി ആണെങ്കിൽ ഇവിടെ എന്താണ്, പല മേഖലകളായി തിരിച്ച് അതിൽ ഓരോ മേഖലയിലും എന്താണ്, ഭൗമ പ്രതിഭാസങ്ങളെ കുറിച്ച് പഠിക്കുന്നു. മേഖലകൾ എങ്ങനെയാണ് തിരഞ്ഞെടുത്തത്, എങ്ങനെയാണ്, ഒന്ന് പ്രകൃതിയാലോ അല്ലെങ്കിൽ എന്താണ് രാഷ്ട്രീയമായോ എന്തായിരിക്കാം ഈ മേഖലകളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഏതെങ്കിലും രീതിയിൽ തിരഞ്ഞെടുത്ത എന്താണ് മേഖലകളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, മേഖലകളിലുള്ള എന്താണ് ഭൗമ പ്രതിഭാസങ്ങളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്തു, പഠിക്കുന്നു. അതാണ് ഇത് മേഖല സമീപനം. ഏതാണ് മേഖല സമീപനം. ഓക്കെ അല്ലേ? 2 സമീപനമുണ്ട്, വ്യവസ്ഥാപിത സമീപനമുണ്ട്, മേഖലാ സമീപനമുണ്ട്. ഇത് അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് ആണ് വ്യവസ്ഥാപിത സമീപനം കൊണ്ടുവന്നതെങ്കിൽ മേഖല കൊണ്ടുവന്ന ആരാണ്, കോൾ റിട്ടർ ആണ്. പേരുകൾ പഠിച്ചു വെച്ചിരിക്കുക. +1 ടോപ്പിക് ആണ് കേട്ടോ. +1 ആയതുകൊണ്ട് തന്നെ എന്താണ്, +2 ലെവൽ എക്സാമിന് ചോദിക്കാം, ഡിഗ്രി ലെവൽ എക്സാമിനും ചോദിക്കാം. നമ്മൾ നോക്കാൻ പോകുന്നത് ഭൂമിശാസ്ത്രത്തിന്റെ ശാഖകൾ ഏതൊക്കെയാണ്. ഭൂമിശാസ്ത്രത്തിന്റെ ശാഖകൾ ഏതൊക്കെയാണ് നോക്കാം. നമുക്ക് ജോഗ്രഫി എങ്ങനെയൊക്കെ പഠിക്കാം, എങ്ങനെയൊക്കെ അപ്രോച്ച് ചെയ്യാം. ഓക്കെ, നമ്മളത് പറഞ്ഞായിരുന്നല്ലോ ഏതൊക്കെയാണ് ഈ പറഞ്ഞ ഈ വ്യവസ്ഥാപിത സമീപനം വഴിയും മേഖലാ സമീപനം വഴി നമുക്ക് എന്ത് ചെയ്യാം, ജോഗ്രഫി പഠിക്കാം അല്ലെ, അപ്രോച്ച് ചെയ്യാം. അപ്പൊ അതില് ആദ്യം നോക്കുന്ന ഇതാണ് വ്യവസ്ഥാപിത സമീപന പ്രകാരം നമുക്ക് ജോഗ്രഫിക്ക് എത്ര ഫീൽഡ് ഉണ്ടെന്ന് നോക്കാം. ഒന്ന് ഭൗതിക ഭൂമിശാസ്ത്രം അല്ലെങ്കിൽ ഫിസിക്കൽ ജോഗ്രഫി. നമുക്ക് ഫിസിക്കൽ ജോഗ്രഫി എന്താണെന്ന് അറിയാം, അല്ലെങ്കിൽ ഭൗതിക ഭൂമിശാസ്ത്രം. അതിൽ എന്തൊക്കെ വരുന്നുണ്ടോ, ഒന്ന് ഭൂരൂപീകരണ ശാസ്ത്രം. നമുക്കറിയാം ഇവിടെ വരുന്നുണ്ട് ഒരുപാട് ഭൂരൂപീകരണങ്ങളുണ്ട് അല്ലെ.
നമ്മുടെ വെറുത്തിൽ പല കുന്നുകളായാലും പല കാര്യങ്ങളും ഭൂരൂപങ്ങളും ഉണ്ടായി വരുന്നുണ്ട്. ആ ഭൂരൂപീകരണ ശാസ്ത്രമാണ് ജിയോമോർഫോളജി എന്ന് പറയുന്നത്. ഇപ്പൊ വാലികളായാലും വെള്ളച്ചാട്ടമായാലും അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ടല്ലോ. ഭൂരൂപീകരണ ശാസ്ത്രമാണ് എന്ത്? ജിയോമോർഫോളജി. രണ്ടാമത്തെ അതിനകത്ത് വരുന്ന ഇതാണ് കാലാവസ്ഥാ ശാസ്ത്രം. ക്ലൈമറ്റിനെ പറ്റി വരുന്നുണ്ട്. ജലശാസ്ത്രം വരുന്നുണ്ട്. മണ്ണ് ഭൂമിശാസ്ത്രം. ഇതൊക്കെ ഇതിനകത്ത് വരുന്നതാണ് ഫിസിക്കൽ ജോഗ്രഫി അല്ലെങ്കിൽ ഭൗതിക ഭൂമിശാസ്ത്രം. ഇതിനകത്താണ് വ്യവസ്ഥാപിത സമീപന പ്രകാരം. ജിയോമോർഫോളജി ഉണ്ട്, കാലാവസ്ഥാ ശാസ്ത്രമുണ്ട്, ജലശാസ്ത്രമുണ്ട്, മണ്ണ് ഭൂമിശാസ്ത്രമുണ്ട്. ഒന്നാമത്തെ ടോപ്പിക് ഇതാണ്. ഓക്കെ. രണ്ടാമത്തത് മാനവിക ഭൂമിശാസ്ത്രം. മനുഷ്യനുമായി ബന്ധപ്പെട്ട് വരുന്നതായിരിക്കാം ഏത്? മാനവിക ഭൂമിശാസ്ത്രം. അതിനകത്ത് ഏതൊക്കെ വരുന്നുണ്ട്? മനുഷ്യനായിട്ട് ബന്ധപ്പെട്ട ഇത് വരും, സമൂഹം വരും, സംസ്കാരം വരും അല്ലെ. സാമൂഹ്യം അല്ലെങ്കിൽ സാംസ്കാരിക ഭൂമിശാസ്ത്രമാണ് ആദ്യത്തത്. രണ്ട്, മനുഷ്യനും എന്തുണ്ട്? ജനസംഖ്യാ ഭൂമിശാസ്ത്രവും വാസസ്ഥല ഭൂമിശാസ്ത്രവും. അപ്പം നമ്മൾ നോക്കുന്ന ഇതാണ് മാനവിക ഭൂമിശാസ്ത്രത്തെ പറ്റിയാണ് നോക്കുന്നത്. അതിൽ ആദ്യം ഇത് വരുന്നുണ്ട്, സാമൂഹിക അല്ലെങ്കിൽ സാംസ്കാരിക ഭൂമിശാസ്ത്രം വരുന്നുണ്ട്. രണ്ടാമത്താണ് ഇതെന്ന് പറയുന്നത് ജനസംഖ്യാ ഭൂമിശാസ്ത്രം അല്ലെങ്കിൽ വാസസ്ഥല ഭൂമിശാസ്ത്രം. ഓക്കെ. മൂന്നാമത്തെ എന്താണ്? സാമ്പത്തിക ഭൂമിശാസ്ത്രമാണ്. നാലെന്താണ്? ചരിത്ര ഭൂമിശാസ്ത്രമാണ്. അഞ്ചെന്താണ്? രാഷ്ട്രീയ ഭൂമിശാസ്ത്രമാണ്. നമുക്കറിയാം എക്കണോമിക്സ് വന്നാൽ പൊളിറ്റിക്സ് വരും, അതുപോലെ ഹിസ്റ്ററിയും വരും അല്ലെ. അതിനകത്ത് വരുന്നതാണ് ഈ പറയുന്ന ജോഗ്രഫിക്കകത്ത് വരുന്നതാണ്. സിസ്റ്റമാറ്റിക് അപ്രോച്ച് ആണ്, വ്യവസ്ഥാപിത സമീപനമാണ്. രണ്ടാമത്താണ് ഇത് മാനവിക ഭൂമിശാസ്ത്രം. ആദ്യത്തെ ഏതായിരുന്നു? ഭൗതിക ഭൂമിശാസ്ത്രം. ഓക്കെ. ഇനി ജൈവ ഭൂമിശാസ്ത്രം. മൂന്നാമത്താണ് ഇതെന്ന് പറയുന്നത് ജൈവ ഭൂമിശാസ്ത്രം. ഭൗതിക ഭൂമിശാസ്ത്രവും മാനവിക ഭൂമിശാസ്ത്രവും തമ്മിലുള്ള ബന്ധത്തിന്റെ ഫലമായി വികാസം പ്രാപിച്ചതാണ് ഇത് ജൈവ ഭൂമിശാസ്ത്രം എന്ന് പറയുന്നത്. ഭൗതിക ഭൂമിശാസ്ത്രവും മാനവിക ഭൂമിശാസ്ത്രവും തമ്മിലുള്ള ബന്ധത്തിന്റെ ഫലമായി വികാസം പ്രാപിച്ചാണ് ഇതെന്ന് പറയുന്നത് ജൈവ ഭൂമിശാസ്ത്രം. പഠിച്ചു വെച്ചോ. ഏതാണ്? രണ്ടും കൂടെ ചേർന്ന് ഫിസിക്കൽ ജോഗ്രഫിയും ഹ്യൂമൻ ജോഗ്രഫിയും കൂടെ ചേർന്ന് എന്തുണ്ടായി? ജൈവ ഭൂമിശാസ്ത്രം അല്ലെങ്കിൽ ബയോ ജോഗ്രഫി ഉണ്ടായി. അതിലാദ്യത്തെ ഏതാണ്? സസ്യ ഭൂമിശാസ്ത്രം, പ്ലാൻ ജോഗ്രഫി, ജന്തു ഭൂമിശാസ്ത്രം, സൂ ജോഗ്രഫി, ആവാസ വ്യവസ്ഥയും ആവാസ ശാസ്ത്രവും ആവാസ വ്യവസ്ഥയും എക്കോളജി അല്ലെങ്കിൽ എക്കോസിസ്റ്റവും ഈ പറഞ്ഞ ഏതാണ്? പരിസ്ഥിതി ഭൂമിശാസ്ത്രം. ഓക്കെ. അതാണ് ഇതെന്ന് പറയുന്നത് എൻവയോൺമെന്റൽ ജോഗ്രഫി. അപ്പൊ നമുക്കറിയാം BA ജോഗ്രഫി ആയിരുന്ന സാധനം ഇപ്പൊ BSc ജോഗ്രഫിയാണ് അല്ലെ. കാര്യം എന്താണ്? ഇപ്പൊ ഇത്രയും പറഞ്ഞു സിസ്റ്റമാറ്റിക് അപ്രോച്ച് പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു? ഇത്രയും വിഷയങ്ങൾ പറഞ്ഞു. BA ആർട്സ് വിഷയങ്ങളായെന്നാണ് ഹ്യൂമനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നുണ്ട്. ഈ പറഞ്ഞ സയൻസ് കാര്യങ്ങൾ വരുന്നുണ്ട് അല്ലെ. ആണ് പ്ലാൻ ജോഗ്രഫി, സൂ ജോഗ്രഫി, ആവാസ വ്യവസ്ഥ, എൻവയോൺമെന്റൽ ജോഗ്രഫി, ഇതൊക്കെ വരുന്നുണ്ട്. അപ്പൊ എന്താണ്? സയൻസും അതിനകത്ത് വരുന്നുണ്ട്, ജോഗ്രഫിക്കകത്ത് വരുന്നുണ്ട്. അതാണ് നമ്മൾ BSc ആയിട്ട് പഠിക്കുന്നത് അല്ലെ. അതുപോലെ കുറച്ച് ടെക്നിക്സ് ഒക്കെ നമ്മളോട് ഇവിടെ പഠിക്കുന്നുണ്ട്. ഈ പറയുന്ന ജോഗ്രഫിക്കകത്ത് പഠിക്കുന്നുണ്ട്, സയൻസ് ആൻഡ് ടെക്നിക്സ് ഒക്കെ. ഓക്കെ. ഇത് മൂന്നെണ്ണേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇതാണ് ഈ പറയുന്ന വ്യവസ്ഥാപിത സമീപന പ്രകാരം ജോഗ്രഫിക്ക് നമുക്ക് 3 ശാഖകളുണ്ട്. ഏതൊക്കെയാണ്? ഭൗതിക ഭൂമിശാസ്ത്രമുണ്ട്, മാനവിക ഭൂമിശാസ്ത്രമുണ്ട്. നമുക്ക് +1 ഒരു ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്നത് ഫിസിക്കൽ ജോഗ്രഫിയാണ്. ഒന്നെന്ന് പറയുന്നത് ഹ്യൂമൻ ജോഗ്രഫിയാണ് കേട്ടോ. അതുപോലെ ഒന്നാണ് ഇത് ടെസ്റ്റ് അല്ല, രണ്ടോട് ചേർന്നുകൊണ്ടാണ് ഇതെന്ന് പറയുന്നത് ജൈവ ഭൂമിശാസ്ത്രം എന്ന് പറയുന്നത്. ഇനി ഭൂമിശാസ്ത്രത്തിന്റെ ശാഖകൾ നമുക്ക് ഏതൊക്കെ നോക്കാം. ഇത് പ്രകാരം മേഖലാ സമീപന പ്രകാരം. അപ്പൊ ഒന്ന് ഏതാണ്? മേഖലാ സമീപന പ്രകാരം ഭൂപ്രദേശം. ഒന്ന് ഭൂപ്രദേശമാണ്, ഒരു റീജിയൻ സ്റ്റഡിയാണ് അല്ലെ. നമ്മൾ സ്ഥലം എടുത്തു, റീജിയൻ എടുത്തു, അതിനെപ്പറ്റി പഠിച്ചു, അല്ലെങ്കിൽ അതിനെപ്പറ്റി പ്ലാൻ ചെയ്തു, അതിനെപ്പറ്റി അവിടെ ഡെവലപ്മെന്റ് കൊണ്ടുവന്നു, ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? അനലൈസ് ചെയ്തു അല്ലെ. അങ്ങനെ പഠിച്ചാൽ മതി. ആദ്യത്തെ റീജിയണൽ സ്റ്റഡിയാണ്. പ്രദേശത്തെ എടുത്ത് നമ്മൾ എന്ത് ചെയ്തു? പ്രദേശ പഠനം. പിന്നെ എന്ത് ചെയ്തു? അവിടെ പ്ലാൻ ചെയ്തു, ആസൂത്രണം, പിന്നെ എന്ത് ചെയ്തു? ഡെവലപ്മെന്റ് കൊണ്ടുവന്നു അല്ലെ, പ്രാദേശിക വികസനം കൊണ്ടുവന്നു. ലാസ്റ്റ് ഏതാണ്? റീജിയണൽ അനാലിസിസ് കൊണ്ടുവന്നു അല്ലെ, പ്രാദേശിക വിശകലനം. ഇങ്ങനെ 4 കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട് മേഖലാ സമീപന പ്രകാരം ഉണ്ട്. 4 ടോപ്പിക്കാണ് അതിനകത്ത് വരുന്നത്. റീജിയണൽ സ്റ്റഡീസ് വരുന്നുണ്ട്, പിന്നെ പ്ലാൻ ചെയ്തു, പിന്നെ ഡെവലപ്പ് ചെയ്തു, പിന്നെ അനലൈസ് ചെയ്തു അല്ലെ. ഈ 4 കാര്യങ്ങൾ എന്ത് ചെയ്യാൻ നമ്മൾ ഓർത്തിരിക്കുക. ഇത് അതിനകത്ത് വരുന്നതാണ് മേഖലാ സമീപന പ്രകാരം 4 എണ്ണം വരുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ വ്യക്തി തന്നെയാണ് ആര്? ഗ്രീക്ക് പണ്ഡിതനായ ഇറാസ്തോസനീസ് ആണ് കേട്ടോ. BC 276 മുതൽ എന്താണ് BC 1094 വരെയാണ് ആര് ജീവിച്ചത്? ഇറാസ്തോസനീസ് ജീവിച്ചിരുന്നത്. ഭൂമിശാസ്ത്രം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? ഇദ്ദേഹമാണ്. അതുപോലെ തന്നെ ഗ്രീക്ക് പദങ്ങളായ ജിയോയും ഗ്രാഫോസ് എന്നിവ നിന്നാണ് ജോഗ്രഫി എന്ന് പറയുന്നത് ഇത് ഉണ്ടായി വന്നിരിക്കുന്നത്. ജോഗ്രഫി എന്ന് പറഞ്ഞാൽ ഭൂമിശാസ്ത്രം എന്ന പദം ഉണ്ടായിരിക്കുന്നത്. ഇനി കുറച്ച് ബേസിക് കാര്യങ്ങളാണ് കേട്ടോ. ഭൂമിയുടെ ആകൃതി ഏതാണ്? ജിയോയിഡ് ഷേപ്പ് ആണ് അല്ലെ. ഭൂമിയുടെ ആകൃതി ഏതാണ്? ജിയോയിഡ് ആണ്. നമ്മൾ പറയുന്ന പോലെ ഏതാണ്? ധ്രുവങ്ങൾ അല്പം പരന്നതും മധ്യഭാഗം ചെറുതായി വീർത്തതുമാണ് ഇതെന്ന് പറയുന്നത് ഈ പറയുന്നത് ജിയോയിഡ്. ഏകദേശം മുട്ടയുടെ ഷേപ്പ് പോലെ വരും അല്ലെ. ഇതല്ല, കുറച്ചുകൂടെ കാര്യം ധ്രുവങ്ങൾ അല്പം പരന്നതും മധ്യഭാഗം എന്തായി? ചെറുതായി വീർത്തതുമായ ഗോളാകൃതിയാണ് ഇതെന്ന് പറയുന്നത് ജിയോയിഡ്. പേര് പഠിക്കുക, ജിയോയിഡ് എന്നാണ് ഭൂമിയുടെ ആകൃതിയെ പറയുന്നത്. ഓക്കെ. ജിയോയിഡ് എന്ന പദത്തിന് അർത്ഥം എന്താണ്? ഭൂമിയുടെ ആകൃതി. ആ വാക്കിന് അർത്ഥം തന്നെ എന്താണ്? ഭൂമിയുടെ ആകൃതി എന്നാണ്. ഭൂമിയുടെ ജിയോയിഡ് ആകൃതിക്ക് കാരണം എന്താണ്? ഭൂഭ്രമണ ഫലമായുള്ള അഭികേന്ദ്ര ബലമാണ്. എന്താണ് ഈ അഭികേന്ദ്ര ബലം? സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറഞ്ഞ് പഠിച്ചിട്ടില്ലേ? ഒരു ചരടിൽ എന്ത് കിട്ടുന്നു? കല്ല് കിട്ടുന്നു, കറക്കുന്നു. ആ കല്ലിൽ നിന്ന് എന്തുണ്ടാകുന്നുണ്ട്? ഈ പറയുന്ന ചരടിലേക്ക് ഒരു ടെൻഷനൊക്കെ വരുന്ന കാര്യങ്ങൾ കൊണ്ട് പഠിച്ചിട്ടില്ല. അതുപോലെ തന്നെയാണ് എന്തെന്ന് പറയുന്നത് ഭൂമിക്ക്
എന്നുള്ള ഭൂമിയുടെ ഭ്രമണം റൊട്ടേഷൻ വഴി ഭൂമിക്ക് എന്തുണ്ടാകുന്നുണ്ട്? അഭികേന്ദ്ര ബലം, സെൻട്രൽ ഫോഴ്സ് ഉണ്ടാകുന്നു. ആ ഫോഴ്സ് കാരണമാണ് ഭൂമിക്ക് എന്ത് ഷേപ്പ്? ഈ പറയുന്ന ജിയോയിഡ് ഷേപ്പ്. ഓക്കെ, ഒന്ന് പഠിച്ചു വെക്കാം. അഭികേന്ദ്ര ബലം, സെൻട്രൽ ഫോഴ്സ് ആണ്, ഫിസിക്സിൽ പഠിക്കാനുള്ള കാര്യമാണ്. ഭൂമി റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഒരു എന്തുണ്ടാകുന്നു? ഒരു അഭികേന്ദ്ര ബലം ഉണ്ടാകുന്നു. ആ അഭികേന്ദ്ര ബലം കാരണമാണ് ഭൂമിക്ക് എന്ത് ഷേപ്പ് വന്നിരിക്കുന്നത്? ജിയോയിഡ് ഷേപ്പ് വന്നിരിക്കുന്നത്. ഭൂമിയുടെ ആകൃതി നമുക്ക് ഈ കുറച്ച് എന്ത് ചെയ്യാം, സയന്റിസ്റ്റുമാർ അല്ലെ ശാസ്ത്രജ്ഞരോട് എന്ത് ചെയ്യാം, കടന്നു പോകാം. നോക്കാവുന്ന ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച ആളാരാണ്? തെയിൽസ് ആണ്. ഭൂമിയിൽ തെയിൽസ് ഇട്ടൊന്ന് പഠിച്ചാലും മതി. ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് പറയുന്ന ആശയം മുന്നോട്ട് വെച്ച ആളാരാണ്? ആദ്യമായി തെയിൽസ് ആണ്. ഓക്കെ, ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് സ്ഥാപിച്ചത് ആരാണ്? പൈതഗോറസും അരിസ്റ്റോട്ടിലുമാണ്. ഒന്ന് ഓർത്തു വെക്കുക, ആദ്യമായി പറഞ്ഞത് തെയിൽസ് ആണെങ്കിലും ഗോളാകൃതിയാണെന്ന് തെളിയിച്ചതാരാണ് അല്ലെങ്കിൽ സ്ഥാപിച്ചതാരാണ്? പൈതഗോറസും അരിസ്റ്റോട്ടിലുമാണ്. പൈതഗോറസും അരിസ്റ്റോട്ടിലും മുന്നോട്ട് വെച്ച ഭൂമിയുടെ ഗോളാകൃതി എന്ന ആശയത്തെ ശക്തമായി പിന്താങ്ങിയതാരാണ്? കോപ്പർനിക്കസ് ആണ്. കോപ്പർനിക്കസ് തന്നെ എന്ത് ചെയ്തു? പിന്താങ്ങി. ഓക്കെ, ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് സങ്കല്പിക്കുക. അതുപോലെ തന്നെ ഭൂമിക്ക് എന്തുണ്ടൊരു ആക്സിസ് ഉണ്ടല്ലേ, എന്തുണ്ട്? ഒരു അച്ചുതണ്ട് ഉണ്ടല്ലേ, ഭൂമിക്ക് എന്തുണ്ട്? ഒരു അച്ചുതണ്ടുണ്ട്. ഭൂമി കറക്റ്റ് ഇങ്ങനെ നേരെയല്ല കറങ്ങുന്നത്, എന്താണ്? 23 ഡിഗ്രി ചരിഞ്ഞാണ് കറങ്ങുന്നത് അല്ലെ. ഭൂമിക്ക് എന്തുണ്ട്? ഒരു ആക്സിസ് ഉണ്ടെന്നും അത് സ്വയം കറങ്ങുന്നു എന്നും അഭിപ്രായപ്പെട്ട ഭാരതീയൻ ആരാണ്? ആര്യഭടനാണ്. ആരാണ്? ആര്യഭടൻ. ഓക്കെ, ഓർത്തിരിക്കുക, ആരാണ്? ആര്യഭടനാണ്. ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ച നാവികൻ ആരാണ്? മെഗല്ലൻ ആണ് അല്ലെ. അദ്ദേഹം എന്ത് ചെയ്തു? ഭൂമിക്ക് ചുറ്റും എന്ത് ചെയ്തു? ഒരു യാത്ര നടത്തുകയും അദ്ദേഹം പക്ഷേ യാത്ര കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റി? അദ്ദേഹത്തെ ട്രൈബൽസ് അറ്റാക്ക് ചെയ്യുകയും അദ്ദേഹം മരിക്കുകയുണ്ടായി. പക്ഷേ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ എന്ത് ചെയ്തു? യാത്ര കംപ്ലീറ്റ് ചെയ്യുകയും ഭൂമി ഉരുണ്ടതാണെന്ന് എന്ത് ചെയ്തു? പോയ സ്ഥലത്തിന് തിരിച്ചെത്താൻ കഴിഞ്ഞാൽ എന്ത് പറയാൻ നമുക്ക്? ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിക്കാൻ പറ്റി അല്ലെ. അതാണ് ആര്? മെഗല്ലൻ. ഭൂമിക്ക് കൃത്യമായ ഗോളാകൃതി ഇല്ലെന്ന് കണ്ടെത്തിയത് ആരാണ്? ഭൂമിക്ക് കൃത്യമായ ഗോളാകൃതി അല്ല എന്ന് കണ്ടെത്തിയത് ആരാണ്? സർ ഐസക് ന്യൂട്ടൻ ആണ്. ആരാണ്? സർ ഐസക് ന്യൂട്ടൻ ആണ്. ധ്രുവ പ്രദേശങ്ങൾ അല്പം പരന്നതും മധ്യഭാഗം ചെറുതായി വീർത്തതുമായ ഗോളാകൃതിയാണ് ഭൂമിക്കെന്ന് സ്ഥാപിച്ചതാരാണ്? സർ ഐസക് ന്യൂട്ടൻ ആണ്. അത് പഠിച്ചു വെക്കുക. ഭൂമിക്ക് എന്തല്ല? ഗോളാകൃതി അല്ല എന്ന് സ്ഥാപിച്ചതാരാണ്? സർ ഐസക് ന്യൂട്ടൻ ആണ്. ഭൂമിയുടെ അടിസ്ഥാന വസ്തുതകൾ ഏതൊക്കെയാണ്? ഭൂമിയുടെ അടിസ്ഥാന വസ്തുതകൾ നമുക്ക് നോക്കാം. ഇന്ത്യ സ്ഥിതി ചെയ്യുന്ന അർദ്ധഗോളം ഏതാണ്? ഭൂമി നമ്മളിങ്ങനെ വരച്ചു കഴിഞ്ഞാൽ, എന്നിട്ട് രണ്ടായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഏത് അർദ്ധഗോളത്തിലാണ് ഭൂമി വരുന്നത്? ഈ പറയുന്ന നോർത്തിലാണ് അല്ലെ. ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ 8 ഡിഗ്രിയിലാണ് ഏത് വരുന്നത്? 8 ഡിഗ്രി മുകളിലോട്ടാണ് ആര് വരുന്നത്? ഇന്ത്യ വരുന്നത്. അപ്പൊ ഇവിടെ ആയിരിക്കും? ഉത്തരാർദ്ധഗോളമാണ്. ഉത്തരാർദ്ധഗോളത്തിലാണ് ആര് വരുന്നത്? ഈ ഒരു ഇവിടെയാണ് ആര് വരുന്നത്? ഇന്ത്യ വരുന്നത്. ഉത്തരാർദ്ധഗോളത്തിലാണ് ആര് വരുന്നത്? ഇന്ത്യ വരുന്നത്. ഗ്ലോബിൽ നെടുകെ ഒരു ഗ്ലോബ് വരച്ചിട്ട് നെടുകെ വരയ്ക്കുന്ന വരകൾ നമുക്ക് എന്ത് വിളിക്കാം? രേഖാംശ രേഖകൾ അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡൽ ലൈൻസ് എന്ന് വിളിക്കാം. ഓക്കെ, രേഖാംശ രേഖകൾ അല്ലെങ്കിൽ ലോഞ്ചിറ്റ്യൂഡ് എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ എന്താണ്? ഈ പറയുന്ന കുറുകെ വരയ്ക്കുന്ന വരകൾ എന്ത് വിളിക്കാം? അതിന് നമുക്ക് എന്ത് വിളിക്കാം? അക്ഷാംശം അല്ലെങ്കിൽ ലാറ്റിറ്റ്യൂഡ് എന്ന് വിളിക്കാം. ഓക്കെ, ഇതൊക്കെ ബേസിക് കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ ആവശ്യമായ സമയം എത്രയാണ്? 8 മിനിറ്റും 20 സെക്കൻഡുമാണ്. 8 മിനിറ്റും 20 സെക്കൻഡുമാണ്. അല്ലെങ്കിൽ എത്രയാണ്? 500 സെക്കൻഡ് ആണ്. അത് പഠിച്ചു വെക്കാം. ഓക്കെ, ചന്ദ്രനിൽ നിന്നും പ്രകാശം ഭൂമിയിൽ എത്താൻ എത്ര സമയം മതി? 1.3 സെക്കൻഡ് മതി. പഠിച്ചു വെക്കുക. ഇതുകൊണ്ട് 8 മിനിറ്റ് എടുക്കും ഭൂമി ഇവിടെ നിന്ന് വരാൻ, സൂര്യനിൽ നിന്നും ഭൂമിയിലേക്ക് സൂര്യപ്രകാശം എത്താൻ. പക്ഷേ ചന്ദ്രനിൽ നിന്നാണ് എത്ര മതി? 1.3 സെക്കൻഡ് മതി. അപ്പം ദൂരം മനസ്സിലായോ? ഭൂമിയും ചന്ദ്രൻ എത്ര അടുത്താണെന്നും സൂര്യൻ എത്ര അകലെയാണെന്നും നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാം. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമുള്ള പകൽ എവിടെയാണ്? ജൂൺ 21-നാണ്. നമുക്ക് ഈ പറയുന്ന പോലെ ഭൂമി 23 ഡിഗ്രി ചെരിഞ്ഞാണ് കറങ്ങുന്നത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ 365 ദിവസം എന്തല്ല സൂര്യപ്രകാശം ഒരു സ്ഥലത്ത് തന്നെയല്ല വീഴുന്നത്. നമ്മൾ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ റിലീജിയൻ വരച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന മാർച്ച് 21, മാർച്ച് 22 ഭാഗങ്ങൾ ഇവിടെ വരികയും, ഇവിടെ നിന്ന് ജൂൺ ആകുമ്പോൾ മുകളിലോട്ട് പോവുകയും, പിന്നെ സെപ്റ്റംബറിൽ ഇവിടെ വരികയും, പിന്നെ ഡിസംബറിൽ താഴോട്ട് പോകും. ഇങ്ങനെയാണ് എന്ത് വീഴുന്നത്? സൂര്യപ്രകാശം ഭൂമിയിൽ വീഴുന്നത്. ഒരിടത്തല്ല എന്ത് വീഴുന്നത്? സൂര്യപ്രകാശം വീഴുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ എവിടെയാണ്? നമ്മൾ പഠിച്ചു ഇവിടെയാണല്ലേ ഇന്ത്യ വരുന്നത്. അപ്പൊ ഇവിടെ എന്നായിരിക്കും? ജൂൺ 21-നായിരിക്കും ഇന്ത്യയിൽ എന്ത് വരുന്നത്? ഏറ്റവും ദൈർഘ്യമുള്ള പകൽ വരുന്നത്. ഇത് 10ാം ക്ലാസ്സിൽ പഠിക്കാനുണ്ട്. നമുക്ക് അതൊരു SCERT ടോപ്പിക് ആയിട്ട് തന്നെ എന്ത് ചെയ്യാം? കവർ ചെയ്യാം. ഓക്കെ, ധ്രുവങ്ങളിൽ രാത്രിയും പകലിന്റെയും ദൈർഘ്യം 6 മാസമാണ്. നമ്മൾ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇക്വിറ്റോറിയൽ റീജിയൻ ഇവിടെയാണ് എന്ത് വീഴുന്നത്? വെർട്ടിക്കലി ആയിട്ട് എന്ത് വീഴുന്നത്? സൺലൈറ്റ് വീഴുന്നത്. ഇങ്ങോട്ട് ഇൻക്ലൈൻ ആണ്, ചരിഞ്ഞാണ് എന്ത് പോകുന്നത്? സൂര്യപ്രകാശം പോകുന്നത്. അപ്പൊ സൂര്യൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 പ്രാവശ്യം ഇവിടെ കാണും. ഇക്വിറ്റോറിയൽ റീജിയന്റെ നേരെ മുകളിൽ കാണുമല്ലേ സൂര്യപ്രകാശം ഇവിടെ വീഴും. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകും. ജൂൺ ഭാഗമായപ്പോൾ ഇങ്ങോട്ട് പോയി, മുകളോട്ട് പോയി അല്ലെ. ഈ സമയത്ത് 6 മാസം ഇവിടെ എന്താണ്? ഈ ഒരു പ്രദേശത്ത് പോളിൽ എന്തായിരിക്കും? പകലായിരിക്കും. 6 മാസം അവിടെ എന്ത് വരത്തില്ല? രാത്രി വരത്തില്ല. സൂര്യൻ ഇവിടെ നിൽക്കുകയാണെ. അപ്പൊ ഈ 6 മാസം ഇവിടെ എന്തായിരിക്കും? രാത്രി ആയിരിക്കും. 6 മാസം എന്തായിരിക്കും? പോളില് രാത്രി ആയിരിക്കും. അപ്പൊ നിങ്ങൾ ടൂറൊക്കെ പോകുന്ന സമയത്ത് ഈ നോർത്തേൺ അറ്റ്ലാന്റിക് റീജിയനിലൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും 6 മാസം ഇരുട്ടുള്ള സ്ഥലങ്ങളുണ്ട്, 6 മാസം എന്തുണ്ട്? സൂര്യൻ അസ്തമിക്കാത്ത സ്ഥലങ്ങളും ഉണ്ട്. ഓക്കെ, ഭൗമകേന്ദ്ര സിദ്ധാന്തം എന്ന ആശയം മുന്നോട്ട് ആരാണ്? പൈതഗോറസ് ആണ്. നമ്മുടെ എർത്ത് ആണ് എന്തെന്ന് പറയുന്നത്? സെന്റർ അല്ലെ. ഈ പറയുന്ന സോളാർ സിസ്റ്റത്തിലെ സെന്റർ ആരാണ്? ഭൂമിയാണെന്ന് പറയുന്ന സിദ്ധാന്തമാണ് ഇത് പൈതഗോറസ് സിദ്ധാന്തം അല്ലെ. ശരി, അതറിയാം. ഇനി
ഭൂമിയുടെ ചില വസ്തുതകൾ പറഞ്ഞു പോകാം. ജീൻ ബെലീവോ എന്ന സാഹസിക സഞ്ചാരിയാണ് കാൽനടയായും കപ്പൽ യാത്ര ചെയ്തും ഭൂമി എന്ത് ചെയ്തത് വലം വെച്ചത്. ആരാണ്? ജീൻ ബെലീവോ ആണ്. ജീൻ ബെലീവോ എന്ത് ചെയ്തു? അദ്ദേഹം എന്ത് ചെയ്തു? കാൽനടയായും കപ്പൽ യാത്രയും ചെയ്ത് എന്ത് ചെയ്തു? ഭൂമിയെ വലം വെച്ചു. എത്ര ദിവസം എടുത്തു? 11 വർഷം. എത്രയാണ്? 11 വർഷം. ഭൂമിയുടെ ഏകദേശം ഭാരം ആദ്യമേ അളന്നത് ആരായിരിക്കാം? ഹെൻറി കാവൻഡിഷ് ആണ്. ആരാണ്? ഹെൻറി കാവൻഡിഷ് ആണ്. അദ്ദേഹമാണ് എന്ത് ചെയ്തത്? ഭൂമിയുടെ ഭാരം ആദ്യമായി കണക്കാക്കിയത്. അയാൾ ആരാണ്? ഈ പറയുന്ന ഹൈഡ്രജൻ കണ്ടെത്തിയത് ആരാണ്? ഹെൻറി കാവൻഡിഷ് അല്ലേ? ശരി. ഭൂമിയുടെ ഏകദേശം ചുറ്റളവ് എത്രയാണ്? 40,000 കിലോമീറ്റർ ആണ് ഭൂമിയുടെ ഏകദേശം ചുറ്റളവ് എന്ന് പറയുന്നത്. ഭൂമിയുടെ ഏകദേശം ആരം, റേഡിയസ് എത്രയാണ്? 6370 കിലോമീറ്റർ ആണ്. ഭൂമിയുടെ ഈ പറയുന്ന പാലായന വേഗത, പ്രവേഗം കേട്ടോ. ഭൂമിയുടെ റേഡിയസ് എത്രയാണ്? 6370 ആണ്. അപ്പൊ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് എന്താണ്? പാലായന പ്രവേഗമാണ്. പാലായന പ്രവേഗം എത്രയാണ്? 11.2 ആണ്. അതായത് എസ്കേപ്പ് വെലോസിറ്റി, ഭൂമിയുടെ എസ്കേപ്പ് വെലോസിറ്റി അല്ലെ. അതായത് ഭൂമിയിൽ നിന്ന് ഒരു ഒബ്ജക്റ്റിന് എന്ത് ചെയ്യണം? ഭൂമിയുടെ ഗുരുത്വാകർഷണം ബലം വീതിച്ച് എന്ത് ചെയ്യണം? പുറത്തേക്ക് പോകണം. അപ്പൊ അങ്ങനെ പുറത്തേക്ക് പോകാൻ വേണ്ട മിനിമം വെലോസിറ്റി ആണെന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന പാലായന പ്രവേഗം എന്ന് പറയുന്നത് അല്ലെ. എസ്കേപ്പ് വെലോസിറ്റി എത്രയാണ്? 11.2 ആണ്. പഠിച്ചു വെക്കുകയാണോ? സൂര്യരശ്മികൾ ഭൂമിയിൽ പതിക്കുന്നതിന്റെ കോണ, ഭൂമി നമുക്കറിയാം എന്ത് വീഴുന്നുണ്ട്? സൂര്യരശ്മികൾ ഭൂമിയിൽ വരുന്നുണ്ട്. അതിന്റെ കോണളവ് മാത്രം ആശ്രയിച്ച് ഭൂമിയുടെ ചുറ്റളവ് 22,50,000 സ്റ്റേഡിയ ആണെന്ന്. സ്റ്റേഡിയം എന്താണ്? ഈ പറയുന്ന ഗ്രീക്ക് അളവാണ് കേട്ടോ. എന്നൊന്ന് സ്റ്റേഡിയം ആണെന്ന് കണ്ടെത്തിയ ഗ്രീക്ക് തത്വചിന്തകൻ ആരാണ്? ഈ പറയുന്ന ഇറാസ്തോസനീസ് ആണ്. ആരാണ്? ഇറാസ്തോസനീസ് ആണ്. പഠിച്ചു വെക്കുക. സൂര്യരശ്മികൾ ഭൂമിയിൽ പതിക്കുന്നതിന്റെ കോണളവ് മാത്രം ആശ്രയിച്ച് ഭൂമിയുടെ ചുറ്റളവ് 25,000 അല്ലെങ്കിൽ 25,000 അല്ല 2,50,000 സ്റ്റേഡിയ ആണെന്ന് തെളിയിച്ച ആളാണ് ആരെന്ന് പറയുന്നത്? ഈ പറയുന്ന ഇറാസ്തോസനീസ്. ഏകദേശം അത് കറക്റ്റ് ആണ് കേട്ടോ. ഇനി പാലായന പ്രവേഗം അല്ലെങ്കിൽ ഏതാണ്? നമ്മൾ എസ്കേപ്പ് വെലോസിറ്റി ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. നമ്മൾ എർത്തിന്റെ പഠിച്ചു 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ സൂര്യന്റെ എത്രയാണ്? 618 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. എത്രയാണ്? 618 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. അപ്പൊ ഓർത്തിരിക്കുക, അത്രയും പാലായന പ്രവേഗം ആർക്കുണ്ട്? സൂര്യനുണ്ട്. ചന്ദ്രൻ എത്രയേ ഉള്ളൂ? 2.4 കിലോമീറ്റർ സെക്കൻഡേ ഉള്ളൂ. അപ്പം ഈ പറയുന്ന സൈസ് അനുസരിച്ച് വ്യത്യാസമുണ്ട്. സൂര്യന് സൈസ് കൂടുതലാണ് കണ്ടോ, പാലായന പ്രവേഗം കൂടുതലാണ്. ഭൂമിക്ക് എന്താണ്? പാലായന പ്രവേഗം കുറച്ചുകൂടെ കുറവാണ്. ചന്ദ്രന് കുറച്ചുകൂടെ കുറവാണ്. അപ്പം നമ്മൾ ഗ്രഹങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഏതാണ്? വ്യാഴം, ജൂപ്പിറ്ററാണ് ഏറ്റവും കൂടുതൽ പാലായന പ്രവേഗവും. ഏറ്റവും കുറവ് ആർക്കാണ്? മെർക്കുറി, ബുധനാണ് കേട്ടോ. ശരി. 2022 ലോക ഭൗമദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു? ലിവിംഗ് സസ്റ്റൈനബിളി ഇൻ ഹാർമോണി വിത്ത് നേച്ചർ. നമ്മുടെ എന്താണ്? നേച്ചറുമായിട്ട് ഹാർമോണിയായിട്ട് എന്താണ്? സസ്റ്റൈനബിളി ജീവിക്കണം എന്ന് പറയുന്ന ലിവിംഗ് സസ്റ്റൈനബിളി എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ പറയുന്നത് പ്രകൃതിക്കോ ആർക്കോ ദോഷം ഉണ്ടാകുന്ന എന്ത് ചെയ്യണം? അല്ലെങ്കിൽ വരും തലമുറയ്ക്കൊന്നും എന്താണ് കോട്ടം ഉണ്ടാകാത്ത രീതിയിലാണ് വികസനം ഉണ്ടാകുന്ന നമ്മൾ പറയുന്നത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. അപ്പൊ എന്താണ്? ലിവിംഗ് സസ്റ്റൈനബിളി ഇൻ ഹാർമണി വിത്ത് നേച്ചർ ആയിരുന്നു 2022. 2024 എന്തായിട്ടില്ല? ഏപ്രിൽ 22 ആയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ 24 പറയാത്തത്. 23 എന്താണ്? ഇൻവെസ്റ്റ് ഇൻ അവർ പ്ലാനറ്റ്. അപ്പൊ ഇത് ചോദിക്കാൻ 2023 ലോക ഭൗമദിനത്തിന്റെ എന്താണ് പ്രമേയം? എന്താണ്? ഇൻവെസ്റ്റ് ഇൻ അവർ പ്ലാനറ്റ് എന്നാണ്. അപ്പൊ എന്നാണ് ഈ പറയുന്ന ഭൗമദിനം? ഏപ്രിൽ 22. ലോക ഭൗമദിനം എന്നാണ് ഏപ്രിൽ 22. 1970 മുതൽ എന്തുണ്ട്? നമ്മൾ ലോക ഭൗമദിനം ആഘോഷിക്കുന്നുണ്ട്. ഇറാസ്തോസനീസിന്റെ പുസ്തകങ്ങൾ ഏതൊക്കെയാണ്? അറിയാവോ? മിൻസും ഹെർമിസും ആണ്. ഏതൊക്കെയാണ്? ഇറാസ്തോസനീസിന്റെ പുസ്തകങ്ങൾ ഏതൊക്കെയാണ്? ഈ പറയുന്ന മിൻസും ഹെർമിസും ആണ്. ഇറാസ്തോസനീസിന്റെ പുസ്തകമാണ് ഇത്, മിൻസും ഹെർമിസും. അങ്ങനെ ടോളമിയുടെ ഏതാണ്? ജോഗ്രഫിയും അൽമജസ്റ്റും ആണ്. ജോഗ്രഫിയും അൽമജസ്റ്റും ആണ് ടോളമിയുടെ പ്രശസ്തമായ പുസ്തകങ്ങൾ. ഭൂമിയാണ് പ്രപഞ്ചത്തിന്റെ കേന്ദ്രം എന്ന് പ്രസ്താവിക്കുന്ന സിദ്ധാന്തമാണ് ഇത്. നമ്മൾ പഠിച്ചാണ് ഭൗമകേന്ദ്ര സിദ്ധാന്തം. അത് കൊണ്ടുവന്ന ആരാണ്? ടോളമി. അത് ആവിഷ്കരിച്ച ആരാണ്? ടോളമിയാണ്. അഭിപ്രായപ്പെട്ടത് പൈതഗോറസ് നമ്മൾ പഠിച്ചോ. പക്ഷേ ആ സിദ്ധാന്തം ആവിഷ്കരിച്ച ആരാണ്? ടോളമിയാണ്. ഭൂമി പ്രപഞ്ചത്തിന്റെ കേന്ദ്രം എന്ന ആശയം തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ട കാലഘട്ടം ഏതാണ്? നവോത്ഥാന കാലഘട്ടമാണ്. ഭൂമി പ്രപഞ്ചത്തിന്റെ കേന്ദ്രം എന്ന ആശയം എന്ത് ചെയ്തു? തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ട കാലഘട്ടമാണ് ഇത്, നവോത്ഥാന കാലഘട്ടം. ഓക്കെ അല്ലേ? റെനൈസൻസ് പീരീഡ് ആണ് കേട്ടോ. സൗരകേന്ദ്ര സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? കോപ്പർനിക്കസ് ആണ്. സൂര്യനല്ല, സൂര്യനാണെന്ത്? ഈ പറയുന്ന സോളാർ സിസ്റ്റത്തിലെ സെന്റർ അല്ലെങ്കിൽ സൗരകേന്ദ്ര സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? കോപ്പർനിക്കസ് ആണ്. ആരാണ്? കോപ്പർനിക്കസ് ആണ്. ഓക്കെ. ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് കൂടി കടന്നു പോകുന്ന സാങ്കല്പിക ദണ്ഡ്, നമുക്കറിയാം നേരത്തെ പറഞ്ഞ ദണ്ഡാണല്ലോ ആക്സിസ്, അതാണ് എന്ത്? അച്ചുദണ്ഡ് എന്ന് പറയുന്നത് അല്ലെ. ഭൂമിയുടെ ചലനം ഏതൊക്കെയാണ്? ഭ്രമണമുണ്ട് ഭൂമിക്ക്, പരിക്രമണമാണ് അല്ലെ. ഭൂമിക്ക് ഭ്രമണമുണ്ട്, റൊട്ടേഷനും ഉണ്ട്, റെവല്യൂഷനും ഉണ്ട് അല്ലെ. ഭൂമി അതിന്റെ സാങ്കല്പിക അച്ചുദണ്ഡിൽ സ്വയം കറങ്ങുന്നത് എന്താണ്? ഭ്രമണമാണ്, റൊട്ടേഷൻ ആണ്. നിങ്ങൾക്ക് അറിയാനുള്ള കാര്യമാണ് അല്ലെ. ഒരു ഭ്രമണം പൂർത്തിയാക്കാനുള്ള സമയം എത്രയാണ്? 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ്. 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ് ആണ്. ഭൂമിയിൽ പകലും രാത്രിയും മാറി മാറി അനുഭവപ്പെടാൻ കാരണം എന്താണ്? ഭൂമി കറങ്ങുന്നതാണ് അല്ലെ, ഭ്രമണമാണ്. സൂര്യന്റെ സ്ഥാനം മാറുന്നതായി നമുക്ക് തോന്നാൻ കാരണം എന്താണ്? ഭ്രമണം അല്ലെ. സൂര്യൻ മാറുന്നതായിട്ട് നമുക്ക് തോന്നാൻ കാരണം എന്താണ്? ഭൂമി റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. ഭൂമിയുടെ ഭ്രമണ ദിശ എന്താണ്? പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ് ഭൂമി കറങ്ങുന്നത്. ഇത് ഭൂമിയാണ് കേട്ടോ. പടിഞ്ഞാറ്, ഇതിപ്പോ സൂര്യനാണെന്ന് വിചാരിച്ചോ. ഭൂമി എവിടെ കറങ്ങുന്നത്? പടിഞ്ഞാറ്. ഇത് പടിഞ്ഞാറാണെങ്കിൽ പടിഞ്ഞാറിന് കിഴക്കോട്ടാണ് ആര് കറങ്ങുന്നത്? ഭൂമി കറങ്ങുന്നത്. പടിഞ്ഞാറിന് കിഴക്കോട്ട് ഭൂമി കറങ്ങും. ഓക്കെ. അതുകൊണ്ട് തന്നെ സൂര്യൻ ഉദിക്കുന്ന എവിടെയാണ്? കിഴക്കാണ് കേട്ടോ. പടിഞ്ഞാറിന് ഭൂമി ഇങ്ങോട്ട് കറങ്ങുന്നു, കിഴക്കോട്ട് കറങ്ങുന്നു. കിഴക്കാര് ഉദിക്കും? സൂര്യൻ ഉദിക്കും.
ഓക്കെ, സൂര്യോദയം ആദ്യം അനുഭവപ്പെടുന്നത് എവിടെയാണ്? കിഴക്ക് ദിക്കിലാണ്. കാര്യം എന്താണ് പറഞ്ഞു? പടിഞ്ഞാറിന് കിഴക്കോട്ടാണ് ആര് കറങ്ങുന്നത്? ഭൂമി കറങ്ങുന്നത്. ഭൂമിക്ക് ഏറ്റവും കൂടുതൽ ഭ്രമണ വേഗത ഉള്ളത് അവിടെ, ഏറ്റവും കൂടുതൽ ഭ്രമണ വേഗത ഉള്ളത് എവിടെയാണ്? ഭൂമധ്യരേഖയിലാണ്. പഠിക്കുക, ഭൂമധ്യരേഖയിലാണ് ഭൂമിക്ക് ഏറ്റവും കൂടുതൽ ഭ്രമണ വേഗതയുള്ളത്. ഭൂമിക്ക് ഏറ്റവും കുറവ് എവിടെയായിരിക്കും? അപ്പം ധ്രുവങ്ങളിലാണ്, 0ആണ്. ധ്രുവങ്ങളിൽ എന്താണ്? ഭ്രമണ വേഗത എത്രയാണ്? 0ആണ്. ഓക്കെ, ദീർഘവൃത്താകൃതിയിലുള്ള സഞ്ചാരപഥത്തിലൂടെയാണ് ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നത്. എലിപ്റ്റിക്കൽ ഓർബിറ്റ് അല്ലെ? ദീർഘ വൃത്താകൃതിയിലുള്ള സഞ്ചാരപഥത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നത്. അതിന് വയ്ക്കുന്ന പേരാണ് പരിക്രമണം അല്ലെങ്കിൽ റെവല്യൂഷൻ. പരിക്രമണം പൂർത്തിയാക്കാൻ ഭൂമിക്ക് വേണ്ട സമയം എത്രയാണ്? 365 ദിവസം 5 മണിക്കൂർ 48 മിനിറ്റ് 45 സെക്കൻഡ് അല്ലെങ്കിൽ 365 കാൽ ദിവസം അല്ലെ? ഇതാണ് നമുക്ക് ലീപ്പ് ഇയർ വരാൻ കാരണം. 4 വർഷം എന്ത് ചെയ്യും? 4/4 ഒരു ആയിട്ട് മാറും അല്ലെ? ശരി, പരിക്രമണം പൂർത്തിയാക്കാൻ ഭൂമിക്ക് വേണ്ട സമയം എന്ന് പറയുന്നത് എത്രയാണ്? 365 ദിവസം 5 മണിക്കൂർ 48 മിനിറ്റ് 45 സെക്കൻഡ്. ഓക്കെ, ഭൂമിയുടെ പരിക്രമണ വേഗത എത്രയാണ്? 29.8 കിലോമീറ്റർ ആണ് കേട്ടോ. കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ് ഭൂമിയുടെ പരിക്രമണ വേഗത. 8 കിലോമീറ്റർ പെർ കിലോ ഇതാണ് 29.8 കിലോമീറ്റർ. ഓരോ സെക്കൻഡിൽ എത്രയാണ്? 29.8 കിലോമീറ്റർ ആര് കറങ്ങുന്നു? ഭൂമി കറങ്ങുന്നു. അങ്ങനെ SCRT പറയുന്നത് എത്രയാണ്? ഈ പറയുന്ന 96,000 കിലോമീറ്റർ ആണോ? 96,000 കിലോമീറ്റർ പെർ ഹവർ എന്നാണ് ആര് പറയുന്നത്? ഈ പറയുന്ന SCRTയിൽ പറഞ്ഞിരിക്കുന്നത്. മണിക്കൂറിൽ എത്രയാണ് ഈ പറയുന്നത്? ഇതിപ്പോ പറയുന്നത് എത്രയാണ്? കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്, കിലോമീറ്റർ പെർ ഹവർ ആണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. നമ്മൾ എന്ത് പഠിച്ചു? ജോഗ്രഫിയുടെ കുറച്ച് ബേസ് കാര്യങ്ങളാണ് പഠിച്ചത്. പ്ലസ് 1 പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് ഡിഗ്രി ലെവൽ എക്സാമിനായാലും ഈ പറയുന്ന ഏതാണ് പ്ലസ് 2 ലെവൽ എക്സാമിനായാലും ഇത് ചോദിക്കാം. ജോഗ്രഫിയുടെ ബേസിൽ നിന്ന് ഒരു ചോദ്യം ചോദിക്കാം. നമ്മൾ ബേസ് പഠിച്ചു. ഇനി ഇതുപോലുള്ള ബാക്കി വീഡിയോ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും വരും. ജോഗ്രഫിയുടെ തന്നെ ആയാലും ബാക്കിയുള്ള ടോപ്പിക്കിൽ എന്ത് ചെയ്യും? നമ്മളത് എടുത്തു തന്നെ വരും. എന്ത് ചെയ്യുക? നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എന്ത് ചെയ്യുക? നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ അറിയിക്കുക. എന്തായാലും താങ്ക് യു. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ കാണാം.